ക്യൂസിൻസ് ഓഫ് ഇന്ത്യ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ് ഹോം മെയ്ഡ് സാൽസ വീട്ടിലുണ്ടാക്കിയെടുക്കേണ്ടതെന്നുള്ളതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വരുന്നത് തക്കാളി 150 ഗ്രാം, സവോള 100 ഗ്രാം എടുക്കുന്നുണ്ട്, നാരങ്ങ പിഴിഞ്ഞത് ½ ടേബിൾ സ്പൂൺ, സിലാൻഡ്രോയുടെ സ്റ്റം 3 എണ്ണം. പെപ്പർ നമ്മളിവിടെ എടുക്കുന്നത് സ്പൈസ് ലെവലിനനുസരിച്ച് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഏത് പെപ്പറും നമുക്കിവിടെ എടുക്കാവുന്നതാണ്. നമ്മളിവിടെ എടുക്കുന്നത് ഹാലപ്പീനോ ആണ് ഒരെണ്ണം. വിനാഗിരി 1 ടേബിൾ സ്പൂൺ. ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഏറ്റവും ആദ്യം തക്കാളിയും അതുപോലെ ഹാലപ്പീനോയും കൂടെ നമുക്ക് എയർ ഫ്രയറിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അല്ലെങ്കിൽ വെയിലത്ത് വെച്ചാണെങ്കിലും നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം, അല്ലെങ്കിൽ പാനിൽ പെട്ടെന്നൊന്ന് ചൂടാക്കി എടുത്താലും മതി. അതിനുശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്ക് ഒരു ബ്ലെൻഡറിൽ ഇതുപോലെ ഇട്ടതിന് ശേഷം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡറിൽ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ സാൽസ ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിവിടെ നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ സാൽസ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ടാക്കോ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മീറ്റ് ഇഷ്ടമുള്ളത് നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിവിടെ എടുക്കുന്നത് സ്റ്റേക്കാണ്. ചിക്കൻ വേണമെങ്കിലും നമുക്കിവിടെ ഇതിൻ്റെ മീറ്റിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റേക്ക് റെഡിയാക്കി എടുക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഇവിടെ സ്റ്റേക്ക് റെഡിയായി വന്നു കഴിഞ്ഞാൽ ടൊർട്ടിയാസ് ഒന്ന് ചൂടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയും ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സ്റ്റേക്ക് ഇതുപോലെ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം ഈ ടൊർട്ടിയാസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ സാൽസയും കൂടെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ടാക്കോ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സാൽസ നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കുക. എല്ലാ കൂട്ടുകാർക്കും വലിയൊരു നന്ദി.